ഇന്ന് കഥയും കാര്യവും പരിപാടിയിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് അമ്മയുടെ കൂടെ കടയിൽ പോയ ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണ്. അമ്മ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയം മുഴുവൻ ഈ പെൺകുട്ടിയുടെ ശ്രദ്ധ കടയുടെ ക്യാഷ് കൗണ്ടറിൽ ചില്ലുഭരണികളിൽ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികളിലായിരുന്നു. അമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് പണം കൊടുക്കുവാനായി ക്യാഷ് കൗണ്ടറിലെത്തിയപ്പോൾ കൗണ്ടറിൽ നിന്നിരുന്ന കടയുടെ ഉടമസ്ഥൻ ഈ കുട്ടിയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: മോൾക്ക് മിഠായികൾ വേണമോ? അവൾ വേണം എന്ന അർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ ഈ കടയുടമസ്ഥൻ ചില്ലുഭരണികളുടെ മൂടി തുറന്ന് അവളോട് പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ളത്രയും മിഠായി എടുത്തുകൊള്ളുക. അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ അയാൾ അവളുടെ അമ്മയോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ മാഡം കുട്ടിക്ക് ആവശ്യമുള്ള മിഠായികൾ എടുത്തു കൊടുക്കുക. ഉടനെ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ എടുക്കണ്ട, എനിക്ക് അങ്കിൾ എടുത്തു തന്നാൽ മതി. ഈ കടയുടമ ഉടനെ തന്നെ ഇയാളുടെ ചില്ലുകുപ്പികളിൽ നിന്ന് ഒരു പിടി മിഠായികൾ എടുത്ത് ഈ കുട്ടിയുടെ 2 കൈകളിലും വെച്ച് അവരെ യാത്രയാക്കി. പോകുന്ന വഴിക്ക് അമ്മ മകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ മിഠായികൾ എടുക്കാൻ തയ്യാറാകാഞ്ഞത്? അതിന് അവൾ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മിഠായികൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞു കയ്യിൽ 1-2 മിഠായികളല്ലേ കൊള്ളുകയുള്ളൂ. അമ്മ വീണ്ടും അവളോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ മിഠായി എടുക്കാൻ നീ അനുവദിക്കാഞ്ഞത്? അതിന് അവൾ മറുപടി പറഞ്ഞു, അമ്മ എടുക്കുകയാണെങ്കിൽ കൂടി വന്നാൽ 1-2 മിഠായിയല്ലേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ കൈകളിൽ നിറയെ മിഠായികൾ അമ്മ കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കഥ തീർന്നു. കാര്യത്തിലേക്ക് വരാം. കടയുടെ ഉടമസ്ഥൻ ദൈവമാണ്. നമ്മളാണ് കടയിൽ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികളിൽ കൊതിയോടെ നോക്കി നിൽക്കുന്ന കുട്ടികൾ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികൾ. ദൈവത്തിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോഴോ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എടുത്തു തരുമ്പോഴോ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിൽ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. എന്നാൽ ദൈവം നമുക്ക് തരുമ്പോൾ അത് സമൃദ്ധിയായിട്ട് നൽകും എന്നതാണ് കഥ നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവത്തെ തരുവാനായിട്ട് അനുവദിക്കുക, ദൈവം തരുന്നതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. പുതിയ കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.